ഇന്ന് ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ജാസ്മിനെ ഏറെ കയറ്റുമെന്നാണ് എല്ലാവരും ചിന്തിച്ചിരുന്നത്. ജിൻഡോ അതിനുള്ള ചൂട് കയറ്റി കൊടുക്കുകയും ചെയ്തു അവിടെ. എന്നാൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞുടനെ ചോദിച്ചു, സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. ബാത്റൂമില് ആരാണ് സിഗരറ്റ് വലിച്ചത്, ജയിൽ ബാത്റൂമില്. അപ്പം ജിൻഡോ തീർത്തു പറഞ്ഞു, ഞാനല്ല ലാലേട്ട എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ജാസ്മിൻ എങ്ങനെ അങ്ങനെ പറയാൻ കാര്യം എന്നൊക്കെ പറഞ്ഞ് അക്കാര്യങ്ങൾ കുറെ ചോദിച്ചു കഴിഞ്ഞപ്പോ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്, അതിപ്പം ജിൻഡോ ആണോന്നില്ലല്ലോ, ബാത്റൂമിൽ മണം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഹൗസിലുള്ളവരും എല്ലാവരും ഒരുപോലെ ജിൻഡോയെ കുറ്റപ്പെടുത്തി. പക്ഷെ ജിൻഡോ ആണോന്നില്ലല്ലോ, ബാത്റൂം ക്ലീൻ ചെയ്യാൻ വന്നവരായാലും വലിക്കത്തില്ലേ, ആ മണമാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു കുറ്റിയുടെ കാര്യം ചോദിച്ചപ്പോ അത് ജിൻഡോ പറഞ്ഞു, അത് ഞാനല്ല ലേട്ടാ, അത് ഇപ്പോഴല്ല നേരത്തെ ഉള്ളതാ എന്ന് ജിൻഡോ ഇങ്ങനെ അവിടെ പറഞ്ഞു. പിന്നെ രണ്ടാമത് ജിൻഡോയോട് ചോദിച്ചു, ബാത്റൂമിൽ വെച്ച് ഈ അടി നടത്തിയതിനെ കുറിച്ചൊക്കെ. ജാസ്മിൻ ഇങ്ങനെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തല്ലോ, അതിനെക്കുറിച്ച് ചോദിച്ചു. ജിൻഡോ അവിടെ പലരോട് പറയുകയും ചെയ്തു, എനിക്കതിന്റെ സത്യാവസ്ഥ അറിയണം, എന്തുകൊണ്ട് അവൾ എന്നെ അടിച്ചു, അല്ലെ എന്തുകൊണ്ട് എന്നെ അവൾ തൊഴിച്ചു എന്നുള്ളത് എനിക്ക് അറിയണം, അത് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുമെന്ന് അവിടെ പറയുകയും ചെയ്തു. അത് കാരണം അവിടെ ഒരു ബഹളം നടക്കുമെന്ന് എന്നുള്ളത് ഓർത്താണ് എല്ലാവരും ഇരുന്നത്, കുടുംബാംഗങ്ങളും ജാസ്മിനും എല്ലാം. അത് ജിൻഡോയോട് ചോദിച്ചപ്പോ ജിൻഡോ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടറിയാം ആ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ എന്തൊരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണെന്ന്. എല്ലാരും തള്ളിക്കളഞ്ഞെടുത്ത് എല്ലാരും തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാ ആ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. അത് കുഴപ്പമില്ല ലാലേട്ടാ, അത് ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ, മറ്റൊരാളായിരുന്നെങ്കിൽ അത് ഫിസിക്കൽ അസോർട്ടാന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേ ജിൻഡോയെ ഇവിടുന്ന് പറപ്പിക്കാൻ നോക്കിയാലും ജിൻഡോ അത് തഴഞ്ഞു വിട്ടു. അതുകൊണ്ട് ജാസ്മിൻ തത്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്.